ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറേ ദിവസം കൂടി ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ഒരു ലൈവ് ട്രേഡ് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, ഇത് ഇന്നലെ അതായത് 7 ജനുവരി, ഓക്കെ 7th ജനുവരി നമ്മളൊരു ട്രേഡ് എടുത്താണ് നിഫ്റ്റിയിൽ ഓപ്ഷൻസ്. ഓക്കെ, സോ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഓൾറെഡി ബിയറിഷ് ട്രെൻഡ് ആണ്, എഗെയിൻസ്റ്റ് ട്രെൻഡ് ആണ് ഈ ട്രേഡ്. നമുക്ക് ഇവിടുന്ന് ഒരു സപ്പോർട്ട് കാണുന്നതിനെ ബേസ് ചെയ്തിട്ട് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻട്രി എടുത്തത് 26,150 കോളാണ് ബൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് വലിയൊരു ടാർഗറ്റ് വെക്കുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഇത് ഓൾറെഡി ഒരു ബിയറിഷ് ട്രെൻഡ് ആയതുകൊണ്ട് നമുക്ക് ഇന്നലത്തെ ക്ലോസ്, അതായത് ഒരു യെല്ലോ ലൈൻ പോകുന്നത് നമുക്ക് കാണാം നിഫ്റ്റിയിലെ ചാർട്ടിൽ. അപ്പൊ ആ ലെവൽ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് എടുത്തത്. സോ പ്രീമിയം ചാർട്ട് ഓൾമോസ്റ്റ് ആ ഒരു ലെവലിൽ തന്നെയാണ് ഇന്നലത്തെ ക്ലോസിങ് വരുന്നത്. സോ 143 ആണ് പ്രൈസ് വരുന്നത്. സോ നമ്മൾ ആ ഒരു പ്രൈസിൽ നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എൻട്രി പ്രൈസ് ഒക്കെ അവിടെ കാണാൻ പറ്റും. സോ 143 എത്തുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിഫ്റ്റി ഈ സപ്പോർട്ട് ലെവലിന്റെ താഴെ ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്ന കാണുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിപ്പിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഈ ട്രേഡ് എടുത്തത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ ലൈവ് ട്രേഡ് നമ്മളൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. സോ ആ ഗ്രൂപ്പിൽ നമ്മൾ ലൈവ് ട്രേഡ് ഇടാറുണ്ട്. എല്ലാ ദിവസവും ട്രേഡ് ഉണ്ടാവില്ല. നമുക്ക് എൻട്രി തോന്നുന്ന സമയങ്ങളിൽ, അതായത് ഞാൻ എടുക്കുന്ന എൻട്രീസ് മാക്സിമം ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ആ എടുക്കുന്ന സമയത്ത് തന്നെ. അപ്പൊ നിങ്ങൾക്കത് ആ ഗ്രൂപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള എൻട്രീസ് നമുക്ക് എടുക്കാം. ഓക്കെ, ഇതിപ്പോ ഞാൻ ഒരു എഗെയിൻസ്റ്റ് ട്രെൻഡ് ആയതുകൊണ്ട്, കൗണ്ടർ ട്രെൻഡ് ആയതുകൊണ്ട് ഞാൻ ഒരു ലോട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും അറിയാം നിഫ്റ്റി ട്രെൻഡ് ഡൗൺ ആയതുകൊണ്ട് കുറച്ച് മേളിലേക്ക് കയറിയിട്ട് വീണ്ടും താഴേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. സോ നമ്മൾ അതുകൊണ്ട് ട്രെൻഡിന് എഗെയിൻസ്റ്റ് മൂവ് ചെയ്യുന്നത് കൊണ്ട് ഒരു ലോട്ടാണ് എടുത്തിരിക്കുന്നത്, അതും ചെറിയൊരു ടാർഗറ്റ്. ഓക്കെ, സപ്പോർട്ട് കണ്ടപ്പോൾ എടുത്തു, ചെറിയൊരു ടാർഗറ്റ്. സോ നമ്മൾ എഗെയിൻസ്റ്റ് ട്രെൻഡാന്ന് പറഞ്ഞ് എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. കാരണം ചെറിയൊരു മൂവ്മെന്റ് മാർക്കറ്റ് തരുമ്പോൾ പ്രീമിയം കൂടും. നമുക്കൊരു 20 or 30, മാക്സിമം ഒരു 40 പോയിന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഒരു ലോട്ടിൽ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ഒരു ട്രേഡ് എടുത്തു. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം മാർക്കറ്റ് നമ്മളെ പണിഷ് ചെയ്യുന്നുണ്ടോ അല്ലെ റിവാർഡ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഫയേഴ്സിന്റെ ചാർട്ടാണ്, വളരെ ക്ലീൻ ചാർട്ടാ. ട്രേഡിംഗുമായിട്ട് ഏറ്റവും കൂടുതൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ് ഫയേഴ്സിന്റെ ചാർട്ട്. സോ ഇത് വളരെ ക്ലീൻ ആണ്. ട്രേഡിംഗ് വ്യൂവിലാണെങ്കിൽ പോലും ഫസ്റ്റ് 5 മിനിറ്റ്സിന്റെ പ്രൈസിങ്, ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസിങ് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ട്രേഡിംഗ് വ്യൂവിൽ കറക്റ്റ് ആയിരിക്കും. NSEയിൽ എന്താണോ പ്രീ ഓപ്പൺ മാർക്കറ്റ് ക്ലോസ് ആകുന്നത്, അതായത് നോർമൽ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത്, അവിടെ ആയിരിക്കും ഇതിലെ ചാർട്ട് കറക്റ്റ് കാണിക്കുന്നത്. സോ ഈ ചാർട്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് എടുക്കാം. ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് ഡേറ്റാസും കാര്യങ്ങളൊക്കെ ഈ ചാർട്ടിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ വരയ്ക്കുന്ന ലെവലുകളൊക്കെ അതിനകത്ത് അങ്ങനെ തന്നെ സേവ് ആയിട്ടുണ്ടാവും. നമ്മൾ എപ്പോൾ അത് റിഫ്രഷ് ചെയ്താലും അത് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, നമ്മളിത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, കൃത്യമായിട്ട് നമ്മുടെ ടാർഗറ്റിലെത്തി. ഒരു 1500 ഒരു പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഒരു ലോട്ടാണ്, വേറെ ഓർഡേഴ്സ് ഒന്നുമില്ല. നിങ്ങൾക്ക് ബുക്ക് കാണാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ഓപ്പൺ ചെയ്യുന്നതിനായിട്ടുള്ള ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ട്രേഡ്. ജസ്റ്റ് ഒരു ചെറിയ ട്രേഡാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യുക.